ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സ്റ്റഡി വ്ളോഗ് എടുത്താലോ എന്ന്. കാരണം ഞങ്ങൾക്ക് സെം എക്സാം ആണ് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റഡീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിച്ച് ഒരു വീഡിയോ സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു 8 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ബെഡൊക്കെ ശരിയാക്കിയിടുകയാണ്. ഞാൻ ഇത് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തതാണ്, നിങ്ങളാരും വിചാരിക്കരുത്. കാരണം ഞാനിത് ഒരുവിധം എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ എൻ്റെ ബെഡ് ശരിയാക്കിയിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം ചെയ്യുക. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചു വന്നു. ഇനി എന്താ നടന്നതെന്ന് ഉള്ള ഒരു കോമഡി സംഭവമാണ് ഗൈസ്. ഇതിപ്പോൾ രാവിലെ 8 മണിയാണ്. അപ്പം ഞാൻ രാവിലെ ഒരു 8 മണി എന്നുള്ള സമയം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പ് ഞാൻ രാവിലെ 11 മണിക്ക് എടുത്ത ക്ലിപ്പാണ്. ഞാൻ അപ്പോൾ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഞാൻ എൻ്റെ കട്ടിലിൽ അങ്ങ് കിടന്നിട്ട് ഞാൻ ഫോൺ നോക്കി അതും ഇതും ചെയ്ത് ചുമ്മാ കുറേ നേരം ഞാൻ ടൈം വേസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു സെം എക്സാമിന് ഇങ്ങനെ അൺസീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതമാവാണ്. പിന്നെ ഇനിയും കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി മുഖത്ത് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അങ്ങ് റെഡിയായി പഠിക്കാനായിട്ട്. എനിക്കപ്പോൾ ടോട്ടലി 3 സബ്ജക്റ്റാണ് എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല, ഒരുപാട് ടൈം ഞാൻ അതിലേക്ക് കൊടുക്കാറില്ല. എനിക്ക് എപ്പോഴാണോ കംഫർട്ടായിരിക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. എനിക്കിപ്പോൾ ഉറക്കം വരികയാണെന്ന് വെച്ചാൽ ഞാൻ ആ ഉറങ്ങി തീർക്കും. ആ ഉറക്കം ഫുള്ള് കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഞാൻ ആ പഠിക്കുമ്പോൾ ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പോൾ എനിക്കതിലും ബെറ്ററായിട്ട് തോന്നിയത് നമുക്ക് എപ്പോഴാണോ ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കംഫർട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞാനെപ്പോഴും അങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. പക്ഷേ അതെല്ലാവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് സ്പീഡിൽ പഠിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് എനിക്ക് ഇംപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെൻ്റെ പെർസ്പെക്റ്റീവിലുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കലാപരിപാടി കാണിച്ചു തരാം. എനിക്ക് എക്സാം ടൈമിൽ മാത്രം വരുന്നൊരു പ്രത്യേക തരം ടാലൻ്റാണ് ഈ ചിത്രം വരയ്ക്കുക അങ്ങനെയുള്ള ഇതൊക്കെ. ഞാൻ ചുമ്മാ വെറുതെ ഒരു പണിയില്ലാണ്ട് ഇരിക്കുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ ചെയ്യാം. പക്ഷേ എക്സാം ടൈം ആയോ ഞാൻ ഇതിൽ പടം വരച്ചിരിക്കും. ഇന്നും കൂടെ ഞാൻ ഒരു പുതിയ പടം വരച്ചു. അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഈ എക്സാം ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വരയ്ക്കൽ. അല്ലാത്ത ടൈം ഞാൻ ഈ ബുക്കിനെ മൈൻഡ് പോലും ചെയ്യാറില്ല. ഈ ബുക്ക് അവിടെ അങ്ങ് ഇരിക്കും. എക്സാം ടൈം ആയാൽ എനിക്ക് അപ്പോൾ ഇതിലെന്തെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് മെസ്സിൽ പോയി. അപ്പോൾ അവിടെ നമ്മുടെ സോനാപ്പി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടു. അത് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഇതെൻ്റെ ഒരു ട്രാൻസിഷനാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി, നമുക്ക് ലൈബ്രറി പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി. ഇതാണ് നമ്മുടെ OOTD. അപ്പോൾ ലൈബ്രറി പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് സാധനങ്ങൾ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു, ഇന്നേക്ക് പഠിക്കാനുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൊരു സെറോക്സിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോളേജിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ലൈബ്രറിയിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ലൈബ്രറിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യൂബിക്കിൾസ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ ഇരുന്നിട്ടാണ് പഠിക്കൽ. അപ്പോൾ ഞാൻ തപ്പി നടക്കുമായിരുന്നു ഏത് ക്യൂബിക്കിളിലിരിക്കും എന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ക്യൂബിക്കിളിൻ്റെ അവിടെ നല്ല സൺലൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, നല്ല സൺലൈറ്റ് ഇരിക്കട്ടെ, നല്ല ലൈറ്റിംഗ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ പോയിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ സൺലൈറ്റ്. നല്ല രസമായിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു ആ ലൈറ്റ് അങ്ങനെ തന്നെ. എന്നിട്ട് ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം തന്നെ ഭയങ്കര കോൺസെൻട്രേഷനായിരുന്നു. ഞാൻ കുറേ ഇരുന്ന് പഠിച്ചു, നല്ല കോൺസെൻട്രേഷനായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ എന്തിലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഞാനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇയർ ഫുള്ള് ഇവിടെ വന്നിരുന്നിട്ടാണ് പഠിക്കാറ്. കാരണം എനിക്ക് ഈ ലൈബ്രറി വന്നിരുന്ന് പഠിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷനായിരുന്നു. എൻ്റെ പെട്ടെന്ന് പഠിച്ചു കഴിയും. പിന്നെ എനിക്കെന്തോ നമ്മുടെ അകത്തൊരു ഫീൽ ഗുഡ് എന്ന് പറയൂലേ, അങ്ങനെ ആയിരുന്നു എനിക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കുമ്പോൾ. പക്ഷേ ഞാൻ സെക്കൻഡ് ഇയറിലേക്ക് കാല് കുത്തിയ പിന്നെ എനിക്കിവിടെ ഒട്ടും പറ്റാണ്ടായി. കാരണം ഞാനിവിടെ വന്നിരുന്നാലും എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. ഞാൻ പഠിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യും. ഞാൻ ഫോൺ നോക്കിയിരിക്കും, ചുമ്മാ കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ പഠിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് അധികം വരാറില്ല. സെക്കൻഡ് ഇയർ ആയ പിന്നെ ഞാൻ അധികം അങ്ങോട്ട് വരാറില്ല ലൈബ്രറിക്ക്. ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് പഠിക്കൽ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സോഫാർ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മിഠായോ ലേസോ ചിപ്സോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ചുപ്പാ ചുപ്സിൻ്റെ മിഠായികൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പുളിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പുളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് എപ്പോഴും മേടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ചത് ഈ ചുപ്പാ ചുപ്സിൻ്റെ സവർ ട്യൂബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും പിന്നെ ഈ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുമാണ്. എനിക്കാണെങ്കിൽ ഈ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഇതിൻ്റെ ഈ പല പല വെറൈറ്റീസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനത് 1-2 മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പയ്യെ എൻ്റെ കോൺസെൻട്രേഷൻ പോകാൻ തുടങ്ങി. എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഇത് എനിക്ക് പിന്നെ കിട്ടുന്നില്ല. ഞാൻ പഠിച്ചാലും കുറച്ച് നേരം പഠിച്ചാൽ തന്നെ ഞാൻ പിന്നെ ഫോൺ നോക്കിയിരിക്കും കുറേ നേരം. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാ മിഠായി തിന്നുക, ഇടയ്ക്കിടയ്ക്ക് മിഠായി തിന്നൽ മാത്രമേ നടന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിപ്പൊന്നും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. എൻ്റെ കോൺസെൻട്രേഷൻ വേറൊരു കാര്യത്തിലേക്ക് പോയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതായിരുന്നു ആ കാര്യം. ഞാനാണെങ്കിൽ ചുമ്മാ ഇരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഫോൺ നോക്കുക, 2 വരി പഠിക്കുക, മിഠായി തിന്നുക, ഫോൺ നോക്കുക, 2 വരി പഠിക്കുക, മിഠായി തിന്നുക. അവസാനം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് നടപടി ആവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി ബുക്കൊക്കെ അടച്ച് വെച്ച് ഇനി റൂമിൽ പോയിരുന്ന് പഠിക്കാം, അതേ പറ്റുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എല്ലാം നിർത്തിയിട്ട് ഞാൻ ബാഗിൽ ബുക്കും എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ റൂമിൽ വന്നിരുന്നിട്ട് പഠിച്ചൊന്നുമില്ല, ഞാൻ പിന്നെ കിടന്നുറങ്ങി. അതാണ് വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. റൂമിൽ വന്നിട്ടുള്ള പിന്നെ ഫിൽമിംഗ് ഒന്നും ഞാൻ ചെയ്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇനി കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.